ഹലോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിരുന്നു. വേഴ്സ്റ്റായിട്ട്, അതായത് ഈ ഇയറിലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് നല്ലൊരു ശക്തമായ കാറ്റും മഞ്ഞ് വെയിലും ഒക്കെ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ മഞ്ഞ് തകർത്ത് പെയ്തതിന് ശേഷം, കാറ്റും മഞ്ഞും ഒക്കെ പെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷമുള്ള നെക്സ്റ്റ് ഡേ ആണിത്. അപ്പോഴും മഞ്ഞ് പെയ്തുകൊണ്ടുണ്ട്, കാറ്റ് പക്ഷേ ശക്തി കുറഞ്ഞിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നമ്മളൊരു 4:45 ഒക്കെ ആയപ്പോൾ എണീറ്റു, രാവിലെ തന്നെ വർക്കിന് പോകാമെന്ന് വിചാരിച്ച്. പക്ഷെ അവസ്ഥ ഇതായിരുന്നു, നമുക്ക് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ചുറ്റിനും മഞ്ഞായിരുന്നു. അതേപോലെ റോഡും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ നിന്നുള്ള റോഡും ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ നമുക്ക് ഒരു പെട്ട അവസ്ഥയായിരുന്നു എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കാർ അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ തോന്നിയത് വെള്ളത്തിൽ വള്ളം കിടക്കുന്ന പോലെയാണ് തോന്നിയത്. ആ ഒരു സീനാണ് എൻ്റെ മനസ്സിലേക്ക് പോയത്. അതേമാതിരി മഞ്ഞിനകത്ത് കാറിൻ്റെ അവസ്ഥ അതായിരുന്നു. നോർമലി നമ്മൾ പാർക്കിങ്ങിൽ ഇടാറുള്ളതാണ് കാറ്, പക്ഷേ മഞ്ഞ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പാർക്കിങ്ങിൽ ഇടാണ്ട് നമ്മൾ നോർമൽ റോഡിലാണ് കാർ പാർക്ക് ചെയ്തത്, നമ്മുടെ പാർക്കിങ്ങിൽ ഇടാണ്ട്. അപ്പോൾ പാർക്കിങ്ങിൽ ഇടാഞ്ഞത് എന്തുകൊണ്ട് നന്നായി എന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം ആ പാർക്കിങ്ങിലുള്ള കാറൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത്. ഫുള്ളി മഞ്ഞിനാൽ ചുറ്റപ്പെട്ടു എന്ന് പറയാം. പിന്നെ അതിന് ശേഷം തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മളുടെ കാറ് തന്നെ മഞ്ഞിനാൽ ചുറ്റിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ കുറേ ചുറ്റിലും മഞ്ഞ്. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കിയാൽ തന്നെ റോഡ് ഫുള്ള് ബ്ലോക്കായിരുന്നു. അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ മുനിസിപ്പാലിറ്റിക്കാരും അപ്പാർട്ട്മെൻറ്റിലെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം കണ്ടിന്യൂസ് സ്നോഫോളായിരുന്നു. ഒരു ഉച്ചയ്ക്ക് 12 മണി വരെയും നല്ല കണ്ടിന്യൂസ് മഞ്ഞുണ്ടായിരുന്നു. കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു എന്നുള്ളതല്ലാതെ മഞ്ഞ് പെയ്യൽ നിന്നിട്ടേ ഇല്ല. അപ്പോൾ ഈ ഒരു 12:30 ഒക്കെ ആയതിന് ശേഷമാണ് ഇവർ ക്ലീനിങ്ങിന് ഇറങ്ങുന്നത് തന്നെ. അതുവരെ അവിടെ ആരും തന്നെ വന്നിട്ടില്ല ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇവിടെ നമ്മുടെ നടക്കാനുള്ള ആ ഒരു പാത്വേയും പിന്നെ റോഡും എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അതുവരെ നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല. എനിക്ക് തോന്നുന്നു അന്ന് ബസ്സും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മുടെ അവിടെ നിന്നില്ലായിരുന്നു. കാരണം ഇവിടെ ഏതോ ഒരു ബസ് ഉണ്ടായിരുന്നു, അത് എനിക്കൊന്നു നമ്മുടെ കോമൺ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടുള്ളതല്ല, പക്ഷേ വേറെന്തോ ഒരു ബസ് ഉണ്ടായിരുന്നു, അത് സ്റ്റക്കായി മഞ്ഞിൽ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഒരു ഒരു പരീക്ഷണത്തിന് മുതിരാൻ പറ്റില്ല. കാരണം നമുക്ക് കാറ് വെച്ചിട്ട് ഈ മഞ്ഞത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും ഹെൽപ്പ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഒരു പരീക്ഷണം ഇറങ്ങിയിട്ടേ ഇല്ല പരീക്ഷണത്തിന്. അങ്ങനെ അവസാനം നമ്മളന്ന് പോവാണ്ടിരുന്നു. ഉണ്ടായിരുന്നുള്ളൂ ഒരു ഓപ്ഷൻ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ്, നമുക്ക് റോഡെല്ലാം ക്ലീനായി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങി നമ്മുടെ കാറിൻ്റെ അവസ്ഥ പിന്നീട് പോയി നോക്കണത്. അതുവരെയും ഈ മഞ്ഞൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായതുകൊണ്ടും നമ്മൾ എങ്ങനെ മാറ്റിയാലും വീണ്ടും പോയി മാറ്റേണ്ടി വരും എന്നുള്ള ആ ഒരു കാരണത്താൽ നമ്മൾ കാറും ഒന്ന് ക്ലീനാക്കാൻ നിന്നില്ല. കുറച്ച് കഴിയട്ടെ, എല്ലാം ഒന്ന് ഒതുങ്ങി റോഡും ക്ലീനായി മഞ്ഞിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞതിന് ശേഷം നമുക്ക് പോയി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊരു വലിയൊരു കഥയാണ് ക്ലീനിങ്ങിൻ്റെ. നമ്മൾ കാറും കാര്യങ്ങളും ചുറ്റുപാടും ക്ലീൻ ചെയ്തതിൻ്റെ. ഇതെന്ന് പറയുന്നത് അവർ ജനറലായിട്ട് ക്ലീൻ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതും കൂടി. ജസ്റ്റ് ഇതൊക്കെയെന്ന് പറയുമ്പോൾ ചിലർ ഇതെന്തിനാണ് ഇടുന്നതെന്ന് ചോദിക്കാം. ചിലർ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളായിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നാട്ടിലുള്ളവർക്കൊക്കെ ഇത് ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്.
ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എത്ര സഡനായിട്ടായിരിക്കും അവരുടെ ആക്ഷൻസും കാര്യങ്ങളും എന്നുള്ളതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്നുമില്ലെങ്കിലും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാവരും ഒന്നും എല്ലാ സൈഡും ഷെയർ ചെയ്യില്ല. പുറത്തെ കാര്യങ്ങളാണെങ്കിലും പുറത്തു പോകുന്നവരെല്ലാം തന്നെ പോസിറ്റീവ് സൈഡ്സ് ആയിരിക്കും മോസ്റ്റ്ലി ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.